വിജിലൻസ് ഡയറക്ടർ ജേക്കബ് തോമസിനെതിരെയുള്ള ഭൂമി ഇടപാടുമായി ബന്ധപ്പെട്ട ആരോപണങ്ങൾ ശക്തമായതോടെയാണ് ആഭ്യന്തര വകുപ്പ് സംഭവത്തിൽ ഇടപെടുന്നത്. തമിഴ്നാട് രാജപാളയത്ത് 50 ഏക്കർ ഭൂമി അനധികൃതമായി സമ്പാദിച്ചു. കർണാടകയിൽ 150 ഏക്കർ വനഭൂമി കൈവശപ്പെടുത്തി. 2001-ൽ 2 ഘട്ടങ്ങളായി 33 പേരുടെ കയ്യിൽ നിന്നും ഭൂമി വാങ്ങിയിട്ട് സർക്കാരിന് നൽകിയ സത്യവാങ്മൂലത്തിൽ ഇത് വെളിപ്പെടുത്തിയില്ല. ഭൂമി ഇടപാടുകളെല്ലാം കൊച്ചിയിലെ ഇസ്ര അഗ്രോടെക് എന്ന കമ്പനിയുടെ വിലാസത്തിലാണെന്നും കമ്പനിയുടെ ഡയറക്ടർ ബോർഡിൽ ജേക്കബ് തോമസ് ആണെന്നുമാണ് പ്രതിപക്ഷം ആരോപണം ഉന്നയിച്ചത്. ഇതോടെയാണ് ആഭ്യന്തര വകുപ്പ് സെക്രട്ടറി നളിനി നെറ്റോ ജേക്കബ് തോമസിന്റെ സ്വത്തുവിവരക്കണക്കുകൾ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടത്. കഴിഞ്ഞ ദിവസം സ്വത്തുവിവരവുമായി ബന്ധപ്പെട്ട രേഖകളെല്ലാം തന്നെ ജേക്കബ് തോമസ് നളിനി നെറ്റോയ്ക്ക് കൈമാറി. കൊച്ചിയിലെ കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് സ്ഥാനത്തിൽ താൻ അംഗമല്ല. സ്വത്തുവിവരങ്ങൾ സർവീസ് കോൺട്രാക്ട് റൂൾ പ്രകാരം എല്ലാ വർഷവും നൽകിയിട്ടുണ്ട്. ആവശ്യമെങ്കിൽ ഇത് പരിശോധിക്കാം. അനധികൃതമായി സ്വത്ത് സമ്പാദിച്ചെന്ന് കണ്ടെത്തിയാൽ നടപടികൾ കൈക്കൊള്ളാനും ആഭ്യന്തര സെക്രട്ടറിക്ക് നൽകിയ വിശദീകരണത്തിൽ ജേക്കബ് തോമസ് പറയുന്നു. തനിക്കെതിരെയുള്ള നീക്കങ്ങളെ ഇതിലൂടെ പ്രതിരോധിക്കാൻ കഴിയുമെന്നാണ് ജേക്കബ് തോമസ് കരുതുന്നത്. അരുൺ രാജ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.